ഇന്ന് ഞായറാഴ്ചയാണ്. രാവിലെ എണീച്ച് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈബ് പിടിക്കാൻ വേണ്ടി രാവിലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. തലേ ദിവസം ഇതുവഴി ചായ കുടിക്കാൻ പോയപ്പോൾ ഒരു വൈബ് കിട്ടിയത് കൊണ്ടാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. കുറച്ചുകൂടി നേരത്തെ പോകാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഉറങ്ങി എണീക്കാൻ വൈകിയത് കൊണ്ടാണ് ഇത്രയും ലേറ്റായത്. കുറച്ചുകൂടി നേരത്തെ വന്നാണെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല വ്യൂ കിട്ടുമായിരുന്നു. കാരണം ഇവിടെ മഞ്ഞുകാലം ആയതുകൊണ്ട് മഞ്ഞിറങ്ങി നിൽക്കുന്ന പാടങ്ങളിൽ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെയൊക്കെ നവംബർ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ രണ്ടാം വിള കൃഷിക്കുള്ള പരിപാടികൾ തകൃതിയായി നടക്കും. കാരണം കനാൽ വെള്ളത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ രണ്ടാം വിള കൃഷി. പാലക്കാട്ടെ കർഷകരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, മലമ്പുഴ അണക്കെട്ട് സമൃദ്ധിയായി നിറഞ്ഞു കഴിഞ്ഞാൽ കർഷകന്റെ മനസ്സ് നന്നായി നിറഞ്ഞു വന്ന്. അങ്ങനെ രണ്ടാം വിള കൃഷി നടക്കുന്ന മലമ്പുഴ അണക്കെട്ടിലെ വെള്ളം കനാല് വെള്ളം തുറന്നു വിട്ടിട്ടാണ്. അങ്ങനെ തുറന്നു വിട്ട കനാല് വെള്ളം വരമ്പിലെ അഴായ കയറി വിടാൻ വേണ്ടിയിട്ടാണ് കർഷകർ രാവിലെ തന്നെ അവനവന്റെ കൃഷിയിടത്തിലേക്ക് വരുന്നത്. രാവിലെ തന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ തന്നെയാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനു വേണ്ടി മെനക്കെട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നത്. ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം ഇനി 6 മാസത്തിന് ശേഷമേ കാണാൻ കഴിയുള്ളൂ. കാരണം അപ്പോഴായിരിക്കും മഴ പെയ്ത് പുതിയ നെടിയിലുള്ള സാഹചര്യങ്ങളായിട്ടുണ്ടാവുക. ഈ വിളവിറക്കിയത് ഇനി കൊയ്ത്ത് കാലമാവുന്നത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരിക്കും. ഇവിടെ നിന്ന് കൂടുതൽ കാണാൻ കഴിഞ്ഞത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. നാട്ടിൻപുറത്തെ സ്ത്രീകളൊന്നും ഇവിടെ പണിക്ക് കിട്ടാനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായത് ഇവിടെ. പക്ഷേ ചെറിയ കൃഷിയോടുള്ള കർഷകരെല്ലാം അവർ തന്നെയാണ് എല്ലാ ജോലികളും എടുക്കുക. പുറത്ത് നിന്ന് ആളെ കൂലിക്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. കേരളത്തിൽ ഇതുപോലെ സ്വസ്ഥമായിട്ടുള്ളതും ഗ്രാമീണാന്തരീക്ഷമായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാൻ പാലക്കാട് തന്നെയാണ് ബെസ്റ്റ്. ഇവിടുത്തെ ഓരോ പ്രഭാതവും വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ പല കാഴ്ചകളും വ്യത്യസ്തമായിരിക്കും. എനിക്ക് ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയതുകൊണ്ടാണ് ഇത്തരം കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയത്. ഇത് നാളേക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ ഇത്തരം സന്ദർഭങ്ങളൊന്നും ഞാൻ ഒഴിവാക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ ഗ്രാമീണതയും പച്ചപ്പും കാത്തു സൂക്ഷിക്കുന്ന കർഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു.